പല പ്രമേയ രോഗികൾക്കും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥത, അതിൻ്റെ പാർശ്വഫലം, അത് പ്രമേഹത്തിൻ്റെ പാർശ്വഫലമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കഴിക്കുന്ന മരുന്നൊക്കെ അത് ഏത് രോഗത്തിൻ്റെ മരുന്നാണെങ്കിലും ശരി, ആ മരുന്ന് ഒഴിവാക്കി ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്താം. നാഡി പരിശോധന. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, രോഗം എന്നുള്ളത് അത് ഈശ്വരൻ നൽകുന്നതാണ്. ആ രോഗം മാറ്റാൻ കഴിവുന്നതും ഈശ്വരൻ. എങ്കിൽ അതിന് പല വിധത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. അത് തീർച്ചയായും നമ്മുടെ സർക്കാരിൽ നിന്ന് പല ചികിത്സാ രീതികളും അനുവാദം നൽകിയിട്ടുണ്ട്. അത് മികച്ചു നിൽക്കുകയാണ് അലോപ്പതിയും ഹോമിയോപ്പതിയും നാച്ചുറോപ്പതിയും ആയുർവേദവും. അതിന് ഉള്ളതായി ഇന്ന് വളരെയധികം പ്രസിദ്ധമായ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അക്യുപഞ്ചർ എന്ന ചികിത്സ. അഥവാ 50,000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് അവകാശപ്പെടുന്നതാണ് ഈ അക്യുപഞ്ചർ. അതിന്റെ ഒരു ഡയബറ്റിക് സെമിനാറാണ് ഇന്ന് ഈ വെള്ളത്തിൽ റഷ്യൻ അടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിന് ഉദ്ഘാടനപ്പെടുത്തി നമുക്കതിന് സെമിനാറിലേക്ക് പോകേണ്ടതിന്റെ പലധികം വിവാദങ്ങളും അതോടൊപ്പം സംഭവങ്ങൾ നടക്കുന്ന ഈ രീതിയിലാണ് ഈ അക്യുപഞ്ചർ എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഈ ലൈനിലൂടെ ഈ അക്യുപഞ്ചർ അക്കാദമി എന്താണ് ജനങ്ങൾക്ക് നൽകാറുള്ളത്? രോഗം മരുന്നിലൂടെയാണോ മാറ്റേണ്ടത്, അല്ല ജീവിതചര്യയിലൂടെയാണ് മാറ്റേണ്ടത്? അതൊരു പുതിയ രീതിയിലേക്ക് മാറുകയാണ്. 50,000 വർഷം ഈ അക്യുപഞ്ചറിൽ എന്താണ് പറയാനുള്ളതെന്നാണ് ഇത് മലയാളത്തിന്റെ ഉപ്പയും ഉമ്മയും എളാപ്പയും മൂത്താപ്പയും അമ്മാവന്മാരും വെല്ലുപ്പയും വെല്ലുമ്മയും ഒക്കെ പ്രമേഹ രോഗികളാണ്. അങ്ങനെ പ്രമേഹ രോഗികളുടെ കുടുംബം ജനിച്ചു വളർന്ന എനിക്ക് മാത്രമല്ല, എൻ്റെ 2 സഹോദരന്മാരും പ്രമേഹ രോഗത്തിന് അലോപ്പതി മരുന്ന് കഴിക്കുന്നവരാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ ധാരാളം MBBS MD കഴിഞ്ഞ ഡോക്ടർമാരുണ്ട്. അപ്പൊ ഇവരുടെ മുമ്പിൽ ഞാനൊരു കൗതുക ജീവിയാണ്, ഞാൻ കൗതുക വസ്തുവാണ്. കാരണം എനിക്ക് പ്രമേഹമില്ല. എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രമേഹ രോഗികളുണ്ടായിരിക്കെ എന്തുകൊണ്ട് എനിക്ക് പ്രമേഹമില്ല എന്നുള്ളത് വലിയ കൗതുകത്തോടെ അവരെ നോക്കി കാണുന്നു. ഇപ്പൊ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരും പ്രമേഹത്തിന് മരുന്ന് കഴിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരും ഒരുപക്ഷെ 1-2 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4-5 വർഷം കഴിഞ്ഞാൽ പ്രമേഹം വരുമെന്ന് കാത്തിരിക്കുന്ന ആളുകൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ആദ്യം തന്നെ, പ്രമേഹം ഒരു പാരമ്പര്യ രോഗമല്ല. അതിന് ഞാൻ തന്നെയാണ് ഉദാഹരണം. പ്രമേഹം ഒരിക്കലും പാരമ്പര്യ രോഗമല്ല. എന്നാൽ പാരമ്പര്യമായി പ്രമേഹം കാണുന്നുണ്ട്, അത് വേറെ കാര്യം. പ്രമേഹം എന്ന രോഗം അമിതമായ ആഹാരശീലം കൊണ്ടുണ്ടാകുന്ന ജീവിത ശൈലി രോഗമാണ്. പ്രമേഹം എന്ന രോഗം അമിതമായ ആഹാരം കഴിക്കുന്ന ശീലം കൊണ്ടുണ്ടാകുന്ന ജീവിത ശൈലി രോഗമാണ്. ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്ന നമ്മുടെ ശീലം നമ്മൾ പരിശോധിച്ചാൽ, വിശക്കുമ്പോൾ മാത്രം ആഹരിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ 40-50 വർഷം മുമ്പ് വലിയ ധനികർക്ക് മാത്രം ഉണ്ടായിരുന്ന പ്രമേഹ രോഗം ഇന്ന് പാവങ്ങളുമായി. ധനികരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ യഥേഷ്ടം ആഹാരം കഴിച്ചിരുന്നു. യഥേഷ്ടം ആഹാരം കഴിച്ചിരുന്നത് വിശക്കാതെ ആഹാരം കഴിച്ചിരുന്നു എന്നാണ് യഥേഷ്ടം. ഇങ്ങനെ വിശക്കാതെ ആഹാരം കഴിയുന്നത് കൊണ്ട് ധനികർക്ക് പ്രമേഹം എന്ന രോഗം പിടിപെട്ടപ്പോൾ പണക്കാർക്ക് മാത്രം വന്നിരുന്ന രോഗമെന്ന് അറിയപ്പെടുന്ന പ്രമേഹം ഇന്ന് പാവപ്പെട്ടവരുമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 10-40 കൊല്ലം മുമ്പേ ഒരു പ്രമേഹ രോഗി എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ വലിയ അഭിമാനമുള്ള, അംഗീകാരമുള്ള, സ്വീകാര്യതയുള്ള വ്യക്തിയായിരിക്കും പ്രമേഹ രോഗിയായിട്ടുണ്ടാവും. വലിയ കച്ചവടക്കാരൻ, നാട്ടിൽ പ്രമാണിമാണ്. ഇന്ന് അത് മാറി. ഇന്ന് എല്ലാവരും പ്രമാണിയായിരിക്കുകയാണ്, എല്ലാവരും പണക്കാരനായിരിക്കുകയാണ്. ആണോ? അല്ല. എന്നാൽ എല്ലാവരും പണക്കാരെ കഴിക്കുന്നത് പോലെ സമയാസമയം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ ചായ, അതിൻ്റെ കൂടെ ഒരു കടി ഉണ്ടാകും. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും. അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാകും. 11 മണിക്ക് പിന്നെയും ചായയും കടിയും ഉണ്ടാകും. 1 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ലഞ്ച് ഉണ്ടാകും. 3 മണിക്ക് 4 മണിക്ക് പിന്നെയും ചായയും കടി ഉണ്ടാകും. 6 മണിക്ക് പിന്നെയും ലഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷവർമയോ ജ്യൂസോ ഉണ്ടാകും. രാത്രി 9 മണി 10 മണിക്ക് പിന്നെയും കുടുംബത്തോട് ഒരുമിച്ച് ആഹാരം കഴിക്കും. ഇങ്ങനെ ആഹാരം കഴിക്കുന്ന ശീലമാണ് പ്രമേഹ രോഗത്തിന് കാരണം. വിശന്ന് മാത്രം ആഹാരം കഴിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ജീവിക്കാൻ ആഹാരം കഴിക്കുക, ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുക, 2 കാഴ്ചപ്പാട് ആഹാരശീലത്തിലുള്ളത്. ഇപ്പൊ ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുക എന്ന് വെച്ചാൽ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക എന്നർത്ഥം.
ആ വിശക്കുമ്പോൾ മാത്രം നിങ്ങൾ ആഹാരം കഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം എന്നല്ല ഒരു രോഗം വരാൻ പോകുന്നില്ല. ഇതാണ് സത്യം. അക്യുപഞ്ചർ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട. ഇത് സത്യത്തിൽ അക്യുപഞ്ചർ നിയമമൊന്നുമല്ല, പഴയ കാലത്തുള്ള എല്ലാ മതങ്ങളും പറയുന്ന നിയമമാണ്. എല്ലാ ഫിലോസഫി, ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ തിരുക്കുറൽ കാണാം. തിരുക്കുറൽ നോക്കിയാൽ കാണുന്നത് മരുന്നിനെ വേണ്ടാമം, യാക്കയ്ക്ക്, അരുന്തിയത്, അട്രിയത്, പോട്രിയുണി. ഇത് പഴയ ക്ലാസിക്കൽ തമിഴാണ്, പഴയകാല തമിഴ്. ഒരു മനുഷ്യത്തിന് മരുന്നേ ആവശ്യമില്ല, എങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് കഴിച്ച ആഹാരം ദഹിച്ചെന്ന് ഉറപ്പ് വന്നതിന് ശേഷം വീണ്ടും ആഹാരം കഴിക്കുകയാണെങ്കിൽ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സമയാസമയം ആഹാരം കഴിക്കുകയാണ്, സമയം നോക്കി ആഹാരം കഴിക്കുകയാണ്, സമയത്തിന് വേണ്ടി ആഹാരം കഴിക്കുകയാണ്, അല്ലാതെ വിശപ്പ് അകറ്റാൻ വേണ്ടി ആഹാരം കഴിക്കുന്നില്ല. വിശപ്പെന്ന് അറിയില്ല, നമ്മുടെ ഇപ്പോഴുള്ള പുതിയ സമൂഹത്തിന് വിശപ്പെന്ന് അറിയില്ല. അപ്പോൾ വിശപ്പെന്ന് അറിയാതെ സമയാസമയം ആരെങ്കിലും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ആഹാരശീലം ഏതെങ്കിലും കുടുംബത്തിൻ്റെ ശീലമാണെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാവും പ്രമേഹം. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹനശേഷം ഗ്ലൂക്കോസായി മാറും. ഈ ഗ്ലൂക്കോസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കും. എങ്ങനെയാണോ വാഹനം ഉപയോഗപ്പെടുത്തുന്നത്, പെട്രോൾ എഞ്ചിനാണെങ്കിൽ പെട്രോൾ, ഡീസൽ പോലെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ഊർജമാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് ഉണ്ടാവാൻ വേണ്ടിയാണ് നാം ആഹരിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരം അത് ഏത് രുചിയാണെങ്കിലും, അത് എരിവായാലും പുളിയായാലും ഉപ്പായാലും കയ്പായാലും ചവർപ്പായാലും മധുരമായാലും കഴിച്ച ശേഷം ആഹാരം ഗ്ലൂക്കോസായി മാറുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതാഹാരം കഴിച്ചാലും ഗ്ലൂക്കോസ് ആകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പഴയ കാലത്ത് ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടതാണ്, വല്യപ്പാടൊക്കെ പറയും, നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകുന്നത്. ഒരു അരി ആഹാരം കഴിക്കണ്ട, ഗോതമ്പ് കഴിച്ചാൽ മതി. അപ്പോൾ ഗോതമ്പ് കഴിച്ചാൽ പ്രമേഹം ഉണ്ടാവില്ലെന്ന് പലരും വിചാരിച്ചു. പല പ്രമേഹ രോഗികളും ഒരു നേരം അരി കഴിച്ചാലും ബാക്കി 2 നേരം ഗോതമ്പ് കഴിക്കുന്ന ശീലത്തിലേക്ക് മാറി, പ്രമേഹത്തെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം അരി മാത്രം ഒഴിവാക്കിയാൽ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ഇത് അന്ധവിശ്വാസമാണ് എപ്പോഴാണ് മനസ്സിലായത്? പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പഞ്ചാബ് പോലെ ഒരിക്കൽ പോലും അരിയാഹാരം തീരെ കഴിക്കാത്ത, ഗോതമ്പ് മാത്രം ആഹരിക്കുന്ന, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഗോതമ്പ് മാത്രം കഴിക്കുന്ന പഞ്ചാബികൾക്ക് ഒട്ടേറെ പ്രമേഹ രോഗികളുണ്ട്. അതെങ്ങനെയാ? അരിയാഹാരം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രമേഹം, അരിയാഹാരം അല്പം പോലും കഴിക്കാത്ത, ഗോതമ്പ് മാത്രം കഴിക്കുന്ന പഞ്ചാബികൾക്ക് പ്രമേഹം ഉണ്ടായതെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ ഗോതമ്പ് കഴിച്ചത് കൊണ്ടാ പ്രമേഹം, നിങ്ങൾ ഗോതമ്പ് ഒഴിവാക്കി അരി കഴിച്ചാൽ രക്ഷയുണ്ട്. ഇവിടെ ജനങ്ങൾ വിഡ്ഢിയാവുകയാണ്. അരി കഴിക്കുന്നത് കൊണ്ടോ ഗോതമ്പ് കഴിക്കുന്നത് കൊണ്ടോ രാഗിയോ മുത്താറിയോ മാറി മാറി കഴിക്കുന്ന ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ എന്താഹാരം കഴിച്ചാൽ, അത് ഏത് രുചിയാണെങ്കിലും ശരി, നിങ്ങൾ കഴിക്കുന്ന ആഹാരം, ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം അത് ഗ്ലൂക്കോസായി മാറുന്നു. ഈ ഗ്ലൂക്കോസാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ഊർജം. ഈ ആഹാരത്തിലുണ്ടാകുന്ന ഗ്ലൂക്കോസ് ശരീരം ഊർജമാക്കി ഉപയോഗപ്പെടുത്തി മിച്ചം വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി ശരീരം സംഭരിക്കുന്നു. ഈ സംഭരണി എത്രത്തോളം സംഭരിക്കാൻ കഴിയുമോ അതിനൊരു കപ്പാസിറ്റി, ആ സംഭരണി. നിങ്ങൾ ഏത് ആഹാരം കഴിച്ചാലും ആ കഴിക്കുന്ന ആഹാരത്തിന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ആ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നു. ആ ജീവിച്ച് നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തി മിച്ചം വരുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറുന്നു. ഈ ഗ്ലൈക്കോജൻ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധി മറികടക്കുമ്പോൾ, സൂക്ഷിക്കാൻ കഴിയുന്ന അളവ് മറികടക്കുമ്പോൾ ശരീരം തന്നെ ആ ഗ്ലൂക്കോസിനെ മൂത്രമാക്കി പുറത്തേക്ക് ഒഴിവാക്കുന്നു. ഇങ്ങനെ മൂത്രമാക്കി പുറത്തേക്ക് ഒഴിവാക്കുന്ന പ്രക്രിയ, ഇതാണ് പ്രമേഹം. രക്തത്തിലുള്ള അമിതമായ ഗ്ലൂക്കോസ് മൂത്രം വഴി പുറത്തേക്ക് പോകുന്നതാണ് പ്രമേഹം. ഇത് അമിതമായ ഗ്ലൂക്കോസ് ഉണ്ടാകാനുള്ള കാരണം മധുരം കഴിച്ചതുകൊണ്ടല്ല. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ മധുരം തീരെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പ്രമേഹം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രമേഹ രോഗി മധുരം ഒഴിവാക്കുന്നത് ഒരു അബദ്ധം മാത്രമാണ്. വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്ന ശീലമാണ് പ്രമേഹ രോഗം ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിശപ്പ് ഉണ്ടെങ്കിൽ, ആ വിശപ്പ് അകറ്റാൻ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ പ്രമേഹം എന്ന രോഗമുണ്ടാവില്ല. നല്ല ജോലി ഭാരമുള്ള ഒരു വ്യക്തി, അയാൾക്ക് കൂടുതൽ ജോലി ഭാരമുള്ളത് കൊണ്ട് കൂടുതൽ ആഹാരം ആവശ്യമുണ്ട്.
ഇയാൾ കൂടുതൽ ആഹാരം കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ജോലിഭാരം പോയിട്ട് ഒരു പണിയുമില്ല. അല്ല, രാവിലെ സുബഹിക്ക് പള്ളിക്ക് പോകുന്ന ആൾ വീട്ടിൻ്റെ അടുത്ത് നിന്നും സ്കൂട്ടറിലോ കാറിലോ പള്ളിയിലേക്ക് പോകുന്നു, നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്നു, അധ്വാനമേ ഇല്ല. ജോലിക്ക് പോകുന്ന ഓഫീസായിക്കോട്ടെ, കച്ചവട സ്ഥാപനങ്ങളായിക്കോട്ടെ, അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്നു. ശരീരത്തിന് ഒരു വ്യായാമമില്ല, ശരീരം ഉപയോഗപ്പെടുന്നില്ല. ഇങ്ങനെ രാത്രി വരെ കാര്യമായ വ്യായാമങ്ങളൊന്നുമില്ലെങ്കിലും കൃത്യമായി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ നോക്കൂ നിങ്ങൾ, പഴയ കാലത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല, മോട്ടോർ പമ്പ് ഉണ്ടായിരുന്നില്ല, മിക്സി ഉണ്ടായിരുന്നില്ല. ശരീരം മേലനങ്ങി അധ്വാനിച്ച സ്ത്രീകളുണ്ടായിരുന്നു. ഇന്നും സ്ത്രീകൾക്ക് മേലനങ്ങാൻ രാവിലെ വ്യായാമം ചെയ്യണം, രാവിലെ ഓടാൻ പോകണം. അല്ലെ, നമ്മുടെ നാട്ടിൽ രാവിലെ ഓടാൻ പോകുന്ന സ്ത്രീകൾ ഒരുപാട് ഇപ്പോൾ ഉണ്ട്, നടക്കാൻ പോകുന്ന സ്ത്രീകൾ ഒരുപാട് ഇപ്പോൾ ഉണ്ട്. കാരണം എന്താ, വീട്ടിൽ ജോലിയൊന്നും തന്നെ ശരീരം അനങ്ങിയുള്ള ജോലികളല്ല. അപ്പം ശരീരം അനങ്ങി ജോലി ചെയ്യുന്ന ശീലവുമില്ല. എന്നാൽ ശരീരം നന്നായി അധ്വാനിച്ചാലുണ്ടാകുന്ന വിശപ്പ്. ഏതുപോലെ എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം. അതെ, പല്ല് മുറിയെ തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എല്ല് മുറിയെ പണിയെടുക്കുന്ന ശീലം നിങ്ങളെ ശീലമാക്കി മാറ്റേണ്ടതുണ്ട്. ആ ശീലം നമ്മൾക്കില്ല. പക്ഷെ നമ്മൾ ആഹാരം അങ്ങനെ കഴിച്ചു പോകുന്നു. ഈ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലൂക്കോസാണ് ഗ്ലൈക്കോജനായി സംഭരിക്കപ്പെടുന്നത്. ഈ ഗ്ലൈക്കോജൻ സംഭരണി എങ്ങനെയാണോ സംഭരിക്കപ്പെടുന്നത്, ആ സംഭരണിയുടെ സംഭരണശേഷി അത് മറികടക്കുമ്പോഴാണ് പിന്നെ അത് മൂത്രത്തിലൂടെ പഞ്ചസാരയായി പുറത്തേക്ക് പോകുന്നത്. ഈ സംഭരണശേഷി അധികരിച്ചതാണ് പ്രമേഹ രോഗത്തിന്റെ കാരണം, അല്ലാതെ പാരമ്പര്യമല്ല. ഈ ഒരു ശീലം, സമയാസമയം ആഹാരം കഴിക്കുക. ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മതിയായ അളവിൽ ഞാൻ ആഹാരം അവസാനിപ്പിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറയാം, ഒരു ചപ്പാത്തി കൂടി പോകും, ഒന്നും കൂടി കഴിക്കും. ഞാൻ പോകാൻ ഒന്നും രണ്ടെണ്ണം പോകും. പോകുന്ന മുഴുവൻ കഴിക്കൽ നമ്മുടെ പരിപാടിയല്ല. എത്രത്തോളം അകത്ത് പോകും അത് മുഴുവൻ കഴിക്കൽ നമ്മുടെ പരിപാടിയല്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ പാരമ്പര്യമായി എത്രത്തോളം പോകും അത്രയും കഴിക്കും. ടൈറ്റ് പിടിക്കും. ടൈറ്റ് പിടിക്കുന്നത് മനസ്സിലായോ? ഇനി അങ്ങോട്ട് പോകൂല, ആഹാരം ഇനി അങ്ങോട്ട് കഴിക്കാൻ കഴിയൂല എന്ന് ബോധ്യപ്പെടുന്നവരെ കഴിക്കും. ഇങ്ങനെ ടൈറ്റ് പിടിച്ച് ആഹാരം കഴിക്കുന്ന ശീലം അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് പ്രമേഹം വരും. അയാളുടെ പാരമ്പര്യമായ ശീലം ഉണ്ടെങ്കിൽ പാരമ്പര്യമായി പ്രമേഹം വരും. സമയാസമയം ആഹാരം കഴിക്കുന്ന ശീലം മാറ്റി വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുന്ന ശീലത്തിൽ നിന്ന് മാറിയാൽ തീർച്ചയായും പ്രമേഹം എന്ന രോഗം കാത്തിരിപ്പ് ആളുകൾ നിങ്ങൾക്ക് പ്രമേഹ രോഗം വരില്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ പ്രമേഹം വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ടു തരം ആൾക്കാരാണത്. ഒന്നെന്താണെന്നറിയോ, പ്രമേഹം വന്നാൽ പിന്നെ മധുരം കഴിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മധുരം കഴിക്കണമെന്ന ആഗ്രഹം ഇപ്പം തന്നെ കഴിവിൻ്റെ പരമാവധി കഴിച്ച് ആ കണക്ക് തീർത്താൽ പിന്നെ മധുരം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കഴിവിൻ്റെ പരമാവധി മധുരം കഴിച്ച് വേഗം പ്രമേഹ രോഗിയാവുന്ന ആളുകളുണ്ടെങ്കിൽ, ചില പ്രമേഹ രോഗികൾ ഉപ്പാക്കൊക്കെ പ്രമേഹം വന്നത് 40ാമത്തെ വയസ്സിലാണ്, ഇപ്പം എനിക്ക് 35 വയസ്സായി, ഇനി 5 കൊല്ലം കഴിഞ്ഞ പ്രമേഹം വരും. അപ്പം 5 കൊല്ലം കഴിഞ്ഞ പ്രമേഹം വരാതിരിക്കാൻ ഇപ്പോഴേ മധുരം ഒഴിവാക്കുന്ന ആളുകൾ. രണ്ടും അബദ്ധമാണ്. പ്രമേഹം വന്ന ആൾ പോലും മധുരം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഡോക്ടർ പ്രസാദിനെ പോലെയുള്ള ആളുകൾ ലഡ്ഡു കഴിച്ചും ജിലേബി കഴിച്ചും മധുരം കഴിച്ചും പ്രമേഹ രോഗി ജീവിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പ്രമേഹം വരുമെന്ന് കാത്തിരിക്കുന്ന ആളുകളും പ്രമേഹം വന്നവരും ഏതെങ്കിലും ഒരു ആഹാരം ഒഴിവാക്കിയതുകൊണ്ട് പ്രമേഹം രക്ഷപ്പെടാൻ കഴിയില്ല. മറിച്ച് വിശക്കുമ്പോൾ മാത്രം ആഹാരിക്കുന്ന ശീലമുണ്ടെങ്കിൽ പ്രമേഹം എന്ന രോഗം വരാതിരിക്കാം, വന്ന രോഗം മാറാൻ സഹായിക്കും. അല്ലാതെ മധുരം കഴിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. സാധാരണ അക്യുപഞ്ചർ ചികിത്സകർ പ്രമേഹ രോഗിയോട് തേൻ കഴിക്കാൻ പറയും. പ്രമേഹ രോഗിയോട് തേൻ കഴിക്കാൻ പറയുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രമേഹ രോഗിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. തേനോ കഴിക്കാമോ? പ്രമേഹ രോഗിക്ക് തീർച്ചയായും തേനെന്നല്ല, മധുരം കഴിക്കാം. മധുരം കഴിക്കാനുള്ള തത്വം നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യൻ ഇഷ്ടമുള്ളത് കഴിക്കണം. ഇഷ്ടം എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് മാറും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾക്ക് ഗർഭമുണ്ടായാൽ, ഗർഭിണി ആയാൽ സ്വാഭാവികമായും പുളി എന്ന രുചിയോട് താല്പര്യമുണ്ടാകും. പുളി എന്ന രുചിയോട് താല്പര്യമുണ്ടായാൽ പുളിയുള്ള ആഹാരം കഴിക്കണം. ഇല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കും, ആരോഗ്യ പ്രശ്നമുണ്ടാക്കും.
കഫ സംബന്ധമായ രോഗമുണ്ടാകുന്ന ആളുകൾക്ക് കഫരോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എരിവുള്ളത് കഴിക്കാൻ താല്പര്യം തോന്നും. ആ സമയത്ത് എരിവുള്ളത് കഴിക്കണം. കഫ സംബന്ധമായ രോഗി എരിവുള്ളത് കഴിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളെ പരിശോധിച്ചാൽ അതത് ആരോഗ്യ പ്രശ്നങ്ങൾക്കനുസരിച്ച് അയാളുടെ ശരീരത്തിൽ ചില രുചികളോടുള്ള താല്പര്യമുണ്ടാകും. ഇതുപോലെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം വന്നതിന് ശേഷം ആദ്യമില്ലാത്ത വല്ലാത്തൊരു താല്പര്യം മധുരം കഴിക്കാനുണ്ടാകും. പക്ഷെ ഈ സമയത്ത് പ്രമേഹ രോഗി മധുരം കഴിക്കാതിരുന്നാൽ അത് വലിയ കുഴപ്പമുണ്ടാകും. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾക്ക് പ്രമേഹ രോഗികൾ അറിയാമെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അല്പസ്വല്പം കട്ടിട്ടാണെങ്കിലും മധുരം കഴിക്കുന്ന പ്രമേഹ രോഗികൾക്ക് താരതമ്യേന ആരോഗ്യ പ്രശ്നം കുറവായിരിക്കും. രണ്ടു തരം പ്രമേഹ രോഗികളെന്ന് പൊതുവെ പറയാം. ഒന്ന്, പ്രമേഹം വന്നതിന് ശേഷം മധുരം കഴിക്കരുത് ഡോക്ടർ പറഞ്ഞു, പക്ഷേ മധുരം കഴിക്കുന്ന ഡോക്ടർക്ക് പറയാം എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ കഴിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ മധുരം കഴിക്കുന്ന പ്രമേഹ രോഗികളുണ്ട്. ആര് പറഞ്ഞാലും മധുരം ഒഴിവാക്കാൻ തയ്യാറാകാത്ത പ്രമേഹ രോഗികൾ. രണ്ടാമത്തെ വിഭാഗം, പ്രമേഹം വന്നതിന് ശേഷം ആരും കാണാതെ കട്ട് മാത്രം മധുരം കഴിക്കുന്ന പ്രമേഹ രോഗികൾ. ഞാൻ മധുരം കഴിക്കാറേ ഇല്ലെന്ന് പറയുകയും ചെയ്യും, പക്ഷെ കട്ട് മധുരം കഴിക്കുകയും ചെയ്യും. ഏതായാലും പ്രമേഹ രോഗികളിൽ മൂന്നാമത്തെ വിഭാഗമുണ്ട്. അവർ പ്രമേഹം വന്നതിന് ശേഷം സത്യസന്ധരായ പ്രമേഹ രോഗികളായിക്കൊണ്ട് കഴിവിന്റെ പരമാവധി മധുരം കഴിക്കാനുള്ള അതിയായ ആഗ്രഹങ്ങളൊക്കെ കടിഞ്ഞാനിട്ടുകൊണ്ട് മധുരം തീരെ കഴിക്കാത്ത പ്രമേഹ രോഗികൾ, ഇവർക്കാണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇഷ്ടമുള്ള ആഹാരം കഴിച്ചില്ലെങ്കിൽ രോഗമുണ്ടാകും. അത് ആഹാര പദാർത്ഥങ്ങൾ ഇഷ്ടമായാലും ശരി, ആഹാരം കഴിക്കുന്ന സാഹചര്യങ്ങൾ ഇഷ്ടമായാലും ശരി, അല്ലെങ്കിൽ ആഹാര പദാർത്ഥം അനിഷ്ടമായാലും ശരി, ആഹാരം കഴിക്കുന്ന സാഹചര്യം അനിഷ്ടമായാലും ശരി. ചെറിയ ഉദാഹരണം പറയാം. ആർക്കെങ്കിലും ആരുടെങ്കിലും വലിയ വെറുപ്പുണ്ട്. ആ വെറുപ്പുള്ള ആളെ മുമ്പിലെടുത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ ഇയാൾക്ക് രോഗമുണ്ടാവും അല്ലേ? പല വീടുകളിലും തർക്കിച്ചുകൊണ്ട്, ദേഷ്യം പിടിച്ചുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, മനസ്സ് വേദനിച്ചുകൊണ്ടൊക്കെ ആഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ആഹാര രോഗങ്ങൾ ഉണ്ടാക്കും. ആഹാരം കഴിക്കുമ്പോൾ സമാധാനത്തോടെ, സംതൃപ്തിയോടെ, ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രമേഹ രോഗി മധുരം കഴിച്ചില്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രമേഹ രോഗി നിർബന്ധമായും മധുരം കഴിക്കണം. ഈ മധുരം കഴിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് തേനിനെ പറ്റി തന്നെയാണ്. എൻ്റെ എല്ലാ പ്രമേഹ ക്ലാസ്സിൽ ഞാൻ തേനിനെ എപ്പോഴും പറയാറുണ്ട്, പരാമർശിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ മതവേദ ഗ്രന്ഥങ്ങളിലും തേൻ ഏറ്റവും ഉത്തമമായ രോഗശമനം പ്രദാനം ചെയ്യുന്നത് കാണാം. ഏത് മതഗ്രന്ഥം എടുത്തോളൂ നിങ്ങൾ, അല്ല ഹിന്ദു മതവേദഗ്രന്ഥങ്ങൾ, അതിലെ സാമവേദം, അഥർവവേദം, യജുർവേദം, ഋഗ്വേദം. ഋഗ്വേദത്തിന് ഉപവേദമാണ് ആയുർവേദം. ആയുർവേദം ഒരു വേദഗ്രന്ഥമാണ്. അതിൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും തേൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗശമനം പ്രദാനം ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലെ? ഖുർആൻ നോക്കൂ നിങ്ങൾ. ഖുർആൻ വളരെ വ്യക്തമായി കാണാൻ നിങ്ങൾക്ക് മനുഷ്യരാശി അനുഭവിക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും തേനിൽ രോഗശമനമുണ്ട്. ആ രീതിയിൽ രോഗശമനം ഉണ്ടാക്കാൻ എങ്ങനെയാണോ തേനീച്ച തേൻ സംഭരിക്കേണ്ടത്, വീട് വെക്കേണ്ടത്, അതിന് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യേണ്ടത്, ആ രീതിയിൽ തേനുണ്ടാക്കാനായ വഹി, ബോധനം സൃഷ്ടാവ് തേനീച്ചക്ക് നൽകിയിരിക്കുന്നു. ഇത്ര വ്യക്തമായി ഖുർആനിൽ കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിർബന്ധമായി പ്രമേഹ രോഗി തേൻ കഴിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ മധുരം കഴിക്കുക തന്നെ വേണം. മധുരം കഴിക്കുന്ന പ്രമേഹ രോഗികൾക്ക് താരതമ്യേന ആരോഗ്യ പ്രശ്നം കുറവായിരിക്കും. മധുരം കഴിക്കാത്ത പ്രമേഹ രോഗികൾക്ക് താരതമ്യേന ആരോഗ്യ പ്രശ്നം കൂടുതലായിരിക്കും. ഒന്നുകൂടെ നിങ്ങൾ മാറ്റി പറയണം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാത്ത മനുഷ്യന് ആരോഗ്യ പ്രശ്നം കൂടുതലായിരിക്കും. ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്ന മനുഷ്യന് ആരോഗ്യ പ്രശ്നം താരതമ്യേന കുറവായിരിക്കും. കാരണം ഇഷ്ടാനിഷ്ടങ്ങൾ അയാൾക്ക് ആരോഗ്യമുണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മനസ്സമാധാനം ഒരാൾക്ക് ആരോഗ്യമുണ്ടാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് പ്രമേഹ രോഗി എന്നേക്കുമായി മധുരം കഴിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ അപകടമാണ്. ചെറിയൊരു കാര്യം പറയാം. മനുഷ്യന് ആഹാരമായി എരിവ്, പുളി, ഉപ്പ്, കയ്പ്, ചവർപ്പ്, മധുരം 6 രുചിയാണുള്ളത്. ഈ 6 രുചി ഏതെങ്കിലും ഒരു രുചി സ്ഥിരമായി ഒരാൾ ഒഴിവാക്കിയാൽ അത് തന്നെ അയാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. ഒരു പരിപൂർണമായ ആഹാരം എന്ന് പറയുന്നത് അതിൽ ഈ 6 രുചിയും ചേരുമ്പോഴാണ് എരിവ്, പുളി, ഉപ്പ്, കയ്പ്, ചവർപ്പ്, മധുരം. നമ്മൾ സാധാരണ ആഹാരം കഴിക്കുമ്പോൾ
മധുരമില്ലാത്ത ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരത്തിന് ശേഷം അല്പം മധുരം കഴിക്കുന്ന ശീലം പണ്ടുപണ്ടേയുണ്ട്. അപ്പം നമ്മൾ ആഹാരത്തിൽ 6 രുചിയും വേണം. അതിൽ ഏതെങ്കിലും രുചി സ്ഥിരമായി ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ രുചിയിലൂടെ കിട്ടേണ്ട ഗുണം, ഊർജം കിട്ടാത്തതിൻ്റെ പ്രശ്നം അയാൾ അനുഭവിക്കും. ഇങ്ങനെ വരുമ്പോൾ പ്രമേഹ രോഗി എന്നേക്കുമായി മധുരം ഒഴിവാക്കുക എന്നുള്ളത് വലിയ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സംഗതിയായിരിക്കും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും 2 കാര്യം ഞാൻ പറയാം. എന്തിനായിരിക്കും പ്രമേഹ രോഗി മധുരം ഒഴിവാക്കുന്നത്? ഷുഗർ കൂടുമെന്ന് ഭയന്നിട്ട്. എന്തിനായിരിക്കും പ്രമേഹ രോഗി മധുരം വേണ്ടെന്ന് നോക്കുന്നത്? മധുരം ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല, മധുരം നല്ല ഇഷ്ടമാണ്, പക്ഷേ ഷുഗർ കൂടുമെന്ന ഭയം. ഇവിടെ ഞാൻ 2 കാര്യം പറയാം. രോഗശമനമാണെന്ന് വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന ഈ തേൻ മധുരമാണ്, പക്ഷേ അത് പ്രമേഹ രോഗത്തിന് ശമനമാണോ അല്ലെങ്കിൽ അപകടമാണോ? ഞാൻ വീണ്ടും ആവർത്തിക്കാം. മതവേദ ഗ്രന്ഥങ്ങളൊക്കെ രോഗശമനമാണെന്ന് പറയുന്ന തേൻ പ്രമേഹ രോഗി ഉപയോഗിച്ചാൽ ആ പ്രമേഹ രോഗിക്ക് രോഗശമനം ലഭിക്കുമോ അല്ലെങ്കിൽ അപകടമാകുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപകടമാകുന്നവർ കൈവക്കാമോ? ഓക്കെ, രോഗശമനം എന്ന അഭിപ്രായമുള്ളവർ കൈവക്കാമോ? തേൻ രോഗശമനം എന്ന അഭിപ്രായമുള്ള കൈവക്കാമോ? ഓക്കെ, എല്ലാവർക്കും മതവിശ്വാസം ഉള്ളത് കൊണ്ട് മതത്തിനെതിരെ പറയാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അത് മാത്രമല്ല, അക്യുപഞ്ചറിന്റെ വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, രോഗി ഇച്ഛിക്കുന്നത്, വൈദ്യം കൽപ്പിക്കുന്നത് മധുരമായതുകൊണ്ട്, പ്രത്യേകിച്ച് പ്രമേഹ രോഗിയെ സംബന്ധിച്ച് വലിയ ഇഷ്ടമാണ്. അല്ല, രോഗി ആഗ്രഹിക്കുന്ന മധുരം കഴിക്കാൻ, ചികിത്സകൻ മധുരം കഴിക്കാൻ പറയുന്നു, വലിയ സന്തോഷമാണ്. പക്ഷേ പ്രമേഹ രോഗി മധുരം കഴിക്കാറില്ല, തേൻ കഴിക്കാറില്ല. രോഗശമനമാണെന്ന് വേദഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഷുഗർ കൂടുന്നു എന്നുള്ള കാരണം കൊണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രമേഹ രോഗി, അയാൾ നല്ല ഇസ്ലാം മത വിശ്വാസിയാണ്. അയാൾക്ക് തേൻ രോഗശമനമാണെന്ന കാര്യത്തിൽ ഒരു സംശയം അയാൾക്കില്ല. അയാൾ തേൻ അങ്ങേയുടെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രമേഹം വന്നതിന് ശേഷം അയാൾ പലതരം തേനിൽ ഗവേഷണം നടത്താൻ തുടങ്ങി, റിസർച്ച്. എന്താ റിസർച്ച് എന്നറിയോ? അയാൾ ഓരോ തേൻ വാങ്ങും. തേൻ അത് വൈവിധ്യ സ്വഭാവമുണ്ട്. തേൻ ഒരു അത്ഭുതമാണ്. ലോകത്തെല്ലാവരും തേൻ ഒരുപോലെയല്ല. ആരെങ്കിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും, അവിടെയൊക്കെ തേനുണ്ട്. അല്ലെ, യമനിൽ തേൻ വേറെയാണ്, സിറിയൻ തേൻ വേറെയാണ്. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും മഞ്ഞ നിറത്തിലും ചുവന്ന നിറത്തിലും പച്ചവെള്ളം പോലെയുള്ള നല്ല മധുരമുള്ള കാശ്മീർ ഹണി. കാശ്മീർ ഹണിക്ക് നിറം ഉണ്ടാവില്ല, പച്ചവെള്ളം പോലെ ഉണ്ടാവും കാശ്മീർ ഹണി. എന്നാൽ കാശ്മീരിൽ തന്നെ സാഫ്രാൻ പൂക്ക് പോലെ തേനുണ്ട്. അത് സാഫ്രാന്റെ ഒരു മണവും ചെറിയ നിറവും ഉണ്ടാകും, ഇളം ചുവപ്പ്. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും പല രുചിയാണ്. അല്ലെ, തമിഴ്നാട്ടിൽ ആര്യവേപ്പ് പൂക്കുന്ന സമയത്തുണ്ടാകുന്ന തേന് കയ്പുള്ള തേനാണ്. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും പല നിറത്തിലും പല രുചിയിലുമാണ് തേനുള്ളത്. എന്നാൽ തേനെല്ലാം രോഗശമനമാണ്. പക്ഷെ നമ്മുടെ പ്രമേഹ രോഗി തേനിൽ നടന്ന റിസർച്ച് എങ്ങനെയെന്നറിയോ? അയാൾ തേൻ വാങ്ങും, അത് കഴിച്ചു നോക്കും. 2 മാസം കഴിഞ്ഞ് ഷുഗർ കൂടി കുറഞ്ഞു നോക്കും, ഷുഗർ കൂടിയുണ്ടാവും. തേൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും. അങ്ങനെ തേനായ തേന് മാറി മാറി വാങ്ങി, പല തേനും മാറി മാറി ഉപയോഗിച്ച് എല്ലാ തേനും കഴിക്കുമ്പോൾ ഷുഗർ കൂടുമ്പോൾ എല്ലാ തേനും ഡ്യൂപ്ലിക്കേറ്റ് 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 എന്ന് പറഞ്ഞ അദ്ദേഹം എഴുത്തള്ളും. അങ്ങനെ എഴുത്തള്ളുന്ന കൂട്ടത്തിൽ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള തേൻ, ഏറ്റവും അസ്ലി ആയിട്ടുള്ള തേനെ പറ്റി അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് വിവരം കിട്ടി, സിദ്റത്തുൽ മുൻതഹ, സിദ്ർ ഹണി. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഇളന്ത മരം കായ്ക്കുന്ന കാലത്ത്, പൂക്കുന്ന കാലത്ത് ആദ്യം ശേഖരിക്കുന്ന തേൻ, ഇത് ഒരു തരത്തിലും കുഴപ്പമില്ലാത്തതിനാണ്, ഒറിജിനലാണ് എന്നൊരു സംശയമില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും വലിയ വില കൊടുത്ത് തേൻ വാങ്ങുകയും ആ തേൻ ഉപയോഗിക്കുകയും ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഷുഗർ കൂടിയത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത പ്രയാസം. കാരണം ആ തേൻ ഡ്യൂപ്ലിക്കേറ്റ് തേനാണെന്ന് പറയാൻ ഒരു മനസ്സനുവദിക്കാത്ത ഒരവസ്ഥ. പക്ഷെ ഷുഗർ കൂടി. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, തേൻ രോഗശമനമാണെന്നാണോ ഖുർആൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഷുഗർ കൂടാതെ നോക്കുന്ന ഒരു സാധനമാണെന്നാണോ? പലരുടെയും ധാരണ ഷുഗർ കൂടുന്നത് രോഗമാണെന്നാണ്. ഷുഗർ കൂടുന്നത് ഒരിക്കലും രോഗമല്ല. ഷുഗർ കൂടുന്നത് രോഗമാണെന്ന വിശ്വാസമാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ 1.5 കോടി പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ ആ 1.5 കോടി പ്രമേഹ രോഗികളും ഷുഗർ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രമേഹ രോഗിയായവരാണ്. പലരും രോഗമില്ലാത്ത രോഗികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രമേഹ രോഗി അല്ലാത്ത ഒരാൾ വെറുതെ ഷുഗർ പരിശോധിച്ചു, അയാൾ ഷുഗർ ലെവൽ 350 എന്ന് കണ്ടാൽ അയാൾ രോഗിയാണ്.
അയാൾക്കൊരു ആരോഗ്യ പ്രശ്നമില്ല, ഒരു അസ്വസ്ഥതയില്ല, ഒരു പ്രയാസവും ഇല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടാൻ പല കാരണങ്ങളുണ്ട്. എല്ലാ കാരണങ്ങളും പ്രമേഹമാണെന്ന് പറയുന്നത് തന്നെ ഒരു അബദ്ധമാണ്. തേൻ കഴിക്കുമ്പോൾ ഷുഗർ കൂടുന്നു. ആ ഷുഗർ കൂടുമ്പോൾ അത് തേൻ രോഗശമനമാണെന്നുള്ള വാക്കിനെ തള്ളിക്കളയുന്ന ആളുകൾ അറിയാൻ വേണ്ടി പറയാണ്. ഷുഗറിന്റെ അളവ് കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ എല്ലാ കാരണവും ഒരിക്കലും പ്രമേഹവുമല്ല. എനിക്കിത് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ഒരു അക്യുപഞ്ചർ അധ്യാപകനുണ്ട്. അദ്ദേഹം അക്യുപഞ്ചർ ചികിത്സ കടന്നു വരുന്നതിന് മുമ്പേ അദ്ദേഹം ഒരു ലാബ് ടെക്നീഷ്യനായിരുന്നു. ലാബ് ടെക്നിക്കലൊക്കെ പഠിച്ചു. ആദ്യമായി ജോലിക്ക് ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസം, ഒന്നാം ദിവസം ഒരു രോഗി അദ്ദേഹത്തിൻ്റെ ലാബിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന ലാബിലേക്ക് കടന്നു വരിക ഫസ്റ്റ് ദിവസം. അപ്പോൾ ഒരുപാട് സീനിയേഴ്സുണ്ട്, വേറെ ടെക്നീഷ്യന്മാരുണ്ട്, സീനിയേഴ്സ് ഒരുപാടുണ്ട്. ഈ സീനിയേഴ്സിന് മുമ്പിൽ ആ രോഗി വന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ ആ പുതിയ ജൂനിയർ ആയിട്ടുള്ള ആളോട് നിങ്ങൾ തന്നെ രക്തമെടുക്കാൻ പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം സാമ്പിൾ എടുക്കാൻ വേണ്ടി അയാൾ പേര് ചോദിച്ചു. പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അറുമുഖം 400. അറുമുഖം 400 ഇങ്ങനൊരു പേര് മനുഷ്യനുണ്ടാവും. അറുമുഖം 400 ഇത് വല്ലാത്തൊരു പേരാണല്ലോ. അപ്പോൾ ശരി, അറുമുഖം 400 എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് അറുമുഖം 400 ചോദിച്ചപ്പോൾ ആ വന്ന പേഷ്യന്റ് ചോദിക്കണേ നിങ്ങൾ പുതിയ ആളാണോ എന്ന്. അവിടുത്തെ സ്റ്റാഫിനോട് ഒരു പേഷ്യന്റ് നിങ്ങൾ പുതിയ ആളാണോ? അപ്പം സ്റ്റാഫ് ഞാൻ പുതിയ ആളാണ്, എന്നോട് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പുതിയ ആളെ അറിയില്ല എന്ന് ഭാവത്തിൽ കുറച്ച് നല്ല നമുക്ക് പനിയുടെ സ്ഥലത്ത് പോകുമ്പോൾ ഒരു അനുപരിചിതനായ പുതിയ സ്റ്റാഫ് വന്നാലുണ്ടാകുന്ന ഒരു പെരുമാറ്റം അദ്ദേഹത്തിൽ കണ്ടു. ഏതായാലും രക്തസാമ്പിളൊക്കെ എടുത്തിട്ട് സീനിയർ കൈ കൊണ്ടുകൊടുത്തു. സീനിയർ പറഞ്ഞു നീ തന്നെ പരിശോധിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി രക്തപരിശോധന നടത്താണ്. പരിശോധന നടത്തി കഴിഞ്ഞു. റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് 420. സ്വാഭാവികമായും ഷുഗർ ലെവൽ 420 കണ്ടു കഴിഞ്ഞാൽ ശരാശരി മനുഷ്യന്റെ മനസ്സിൽ ഭയം ഉണ്ടാകും. പടച്ചോനെ 420, അയാൾ തലകറങ്ങി ഇങ്ങനെ വീഴൂ, അയാൾക്ക് എന്തെങ്കിലും പറ്റൂ, എന്താ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് അയാളടുത്ത് പോയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ല. തലകറക്കം ഇല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ല. നിങ്ങൾ ഒറ്റക്കാണോ വന്നത്? ഞാൻ എപ്പോഴും ഒറ്റക്കന്നെ വരില്ലേ? ഞാൻ എപ്പോഴും ഒറ്റക്കന്നെ വരില്ലേ? വീണ്ടും ചോദിച്ചു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ചോദിച്ചു. ഇയാളെ ചോദ്യം തുടർന്ന് വന്നപ്പോൾ വന്ന പേഷ്യന്റ് ചോദിക്കുകയാണ് എന്റെ ഷുഗർ ലെവൽ എത്രയാ? 400 എത്രയാ? എന്റെ ഷുഗർ ലെവൽ 400 എത്രയാ? തിരിച്ചങ്ങോട്ട് ചോദിച്ചപ്പോൾ 420. അദ്ദേഹം പറയാണ് എന്റെ ഷുഗർ എപ്പോൾ പരിശോധിച്ചാലും 400 മുകളിലായതുകൊണ്ട് ഈ ലാബുകാർ എനിക്കിട്ട് വരാം അറുമുഖം 400. എപ്പോൾ പരിശോധിച്ചാലും 400, 420, 450, 470, 460, 400 മേലെ എപ്പോൾ പരിശോധിച്ചാൽ അളവ്. അതുകൊണ്ട് ആ ലാബിലെ തൊഴിലാളികളൊക്കെ തന്നെ ഇയാൾക്ക് അറുമുഖം 400 പേര് വെച്ചിരിക്കുകയാണ്. ചോദിച്ചു എത്ര കാലമായി നിങ്ങൾക്ക് ഷുഗർ 400 മേലെയുണ്ട്? 20 വർഷത്തിലധികമായി. അപ്പൊ 20 വർഷത്തിലധികമായി 400 മേഖലയിൽ ഷുഗറുള്ള ഒരാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ സാക്ഷരരായ മലയാളികൾ 400 എന്ന് കേൾക്കുമ്പോഴേക്ക് ഭയന്ന് വീഴുന്നു. ശാസ്ത്രീയമായി ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ 10ാം ക്ലാസ്സിലെ ബയോളജി ബുക്ക് എടുത്ത് നോക്കിയാൽ കാണുന്നത് എന്തെങ്കിലും കാരണവശാൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഷുഗർ ലെവൽ കൂടും. ആ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഷുഗർ ലെവൽ കൂടുന്നത് പാൻക്രിയാസിലുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് അത് കുറക്കാൻ മരുന്ന് കഴിക്കുന്നത് അബദ്ധമായിരിക്കില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചോദ്യത്താണ് ടൈപ്പ് 1 ഡയബറ്റിക്കിന് അക്യുപഞ്ചർ എത്രത്തോളം എഫക്റ്റീവാണ് എന്ന് മനസ്സിലാക്കാം. അത് ക്യൂറബിളാണോ? അതുകൊണ്ട് പ്രോഗ്രസ് ഇതുണ്ടാവും, വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയാം. type 1 diabetic, gestational diabetic, pediatric diabetic, ഇങ്ങനെ ഡയബറ്റിക് ഒരു പേര് കൊടുത്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ടൈപ്പ് 1 ഡയബറ്റിക് എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട്
കുട്ടികൾക്ക് അസ്വസ്ഥതകൾ കാണുന്ന സമയത്ത് ആ അസ്വസ്ഥ ചികിത്സയ്ക്ക് രോഗം മാറും. ആ അസ്വസ്ഥതകൾക്ക് പ്രമേഹം എന്ന പേരിടാതെ നോക്കിയാൽ രക്ഷപ്പെടും. ആ അസ്വസ്ഥതകൾക്ക് പ്രമേഹം എന്ന പേരിട്ട് ദിനേന 4 നേരം ഇൻസുലിൻ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ രക്ഷപ്പെടാനുള്ള വലിയ പ്രയാസമാണ്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് പീഡിയാട്രിക് ഡയബറ്റിക്, ടൈപ്പ് 1 ഡയബറ്റിക് ഉണ്ടാകുമ്പോൾ അതിന് നിങ്ങൾ പരിശോധനയ്ക്ക് പോകാതെ ലാബ് ടെസ്റ്റ് ചെയ്യാതെ ആ കുട്ടികളെ നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ രോഗം സുഖപ്പെടും. ഞാൻ ഇവിടെ വീണ്ടും പറയുന്നത്, ഷുഗർ കുറക്കാൻ അക്യുപഞ്ചർ ചികിത്സ ഇല്ല. ഷുഗർ കുറക്കാൻ അല്ല, രോഗം സുഖപ്പെടുത്താനുള്ള ചികിത്സ. ഷുഗർ കുറക്കാനല്ല. ഷുഗർ കുറക്കാനുള്ള ചികിത്സ രോഗം മാറാണ്ടാക്കുന്ന ചികിത്സയാണ് എന്നാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഷുഗർ കുറക്കാൻ ചികിത്സിച്ചാൽ ഷുഗർ ആർക്കും കുറയാൻ പോകുന്നില്ല. ഷുഗർ മാറാൻ ചികിത്സിച്ചാൽ ഷുഗർ മാറാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ടൈപ്പ് 1 ഡയബറ്റിക്കിൻ്റെ സെയിം സിംറ്റമുള്ള മെലിഞ്ഞു പോകുന്ന അമിതമായ വിശപ്പ് വയറ് കാണുന്ന ചില കുട്ടികൾ അക്യുപഞ്ചർ ചികിത്സയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാതെ ചികിത്സിച്ചപ്പോൾ രോഗം സുഖപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇതേപോലെ പരിശോധിച്ച് ഷുഗർ കൂടിയതിനു ശേഷം അതിന് കുറച്ചു കാലം ഇൻസുലിൻ എടുത്ത് അത് ഒഴിവാക്കി മധുരം കഴിച്ച് പൂർണ്ണമായി ആരോഗ്യം മടങ്ങി വന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അത്തരം കുട്ടികൾക്ക് നൽകുന്ന മരുന്നെന്ന് പറഞ്ഞ് നൽകുന്ന മരുന്നിൻ്റെ വിഡ്രോൾ സിംറ്റം ഒരു വലിയ വിഷയമാണ്. രോഗം ചികിത്സ സുഖപ്പെടും, ഷുഗറുകൾ കുറക്കാൻ ചികിത്സ ഷുഗറുകൾ കുറയാൻ പോകുന്നില്ല. ഷുഗറുകൾ കൂടുന്നത് രോഗമല്ല. ഇനി ടൈപ്പ് 1 ഡയബറ്റിക്കിൻ്റെ ഒരു വലിയ ഒരു അവസ്ഥ മനസ്സിലാക്കണം. എന്താണ് ടൈപ്പ് 1 ഡയബറ്റിക്? ജന്മന പാങ്ക്രിയാസ് പ്രവർത്തിക്കാത്ത അവസ്ഥ. അപ്പം ജന്മന പാങ്ക്രിയാസ് പ്രവർത്തിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞ ടൈപ്പ് 1 ഡയബറ്റിക് ഒരു രോഗി എന്നെ കാണാവുന്നത് 21ാമത്തെ വയസ്സിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, എത്രാമത്തെ വയസ്സിൽ പ്രമേഹം വന്നു? 15ാമത്തെ വയസ്സിൽ പ്രമേഹം വന്നു. ആ 15ാമത്തെ വയസ്സിൽ പ്രമേഹം വന്ന ആൾ ജന്മന പാങ്ക്രിയാസ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ജന്മന പാങ്ക്രിയാസ് പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെ 15 വയസ്സിൽ ജീവിച്ചു? അറിയില്ല. നോ ആൻസർ. ഷുഗർ ലെവൽ കൂടുമ്പോൾ അത് പാങ്ക്രിയാസ് പ്രവർത്തിക്കാത്തത് കൊണ്ട് എന്ന് അനുമാനിക്കുന്ന അനുമാനത്തിൻ്റെ കുഴപ്പം മാത്രമാണത്. ഷുഗർ ലെവൽ കൂടാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് ഷുഗർ കുറക്കാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ആ അസ്വസ്ഥതകൾ ശമിച്ചതുപോലെ, ആ ആശ്വാസം കിട്ടിയതുപോലെ രോഗി അനുഭവിക്കുന്നു. ആ ആശ്വാസത്തിന് വേണ്ടി ആ സ്ഥിരമായി മരുന്ന് കഴിച്ചു പോകുന്നു. ഈ മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും രോഗം മാറും. അല്ല, ഞാൻ റെഫർ ചെയ്ത കേസ് ഡയബറ്റിക് 1നും 2നും ഇടയ്ക്ക് ഉള്ള ഒരു കേസ് എന്നാണ് പറഞ്ഞത്. 23 വയസ്സായ കുട്ടിയാണ്. ഇപ്പോൾ ഇൻസുലിൻ എടുത്ത് കഴിയുന്നു. പാങ്ക്രിയാസ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ എടുക്കുന്നു. ആ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ചോദ്യം. 21 വയസ്സായ കുട്ടിക്ക് എപ്പോഴാണ് ഡയബറ്റിക് മണ്ണെന്ന് കണ്ടുപിടിച്ചത്? എത്രാമത്തെ വയസ്സിലാണ്? 23ാമത്തെ വയസ്സിൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം ജന്മന പാങ്ക്രിയാസ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ 21 വയസ്സിൽ എങ്ങനെ ജീവിച്ചു? അല്ല, ജന്മന പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഇങ്ങനെ ധാരാളമായി അപ്പം നിങ്ങൾ മരുന്നുള്ളവർക്ക് ചികിത്സിച്ച രോഗം മാറും. രോഗം മാറുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷുഗർ ലെവൽ നോർമലാകുന്നതല്ല. രോഗം മാറുക ഉദ്ദേശിക്കുന്നത് അസ്വസ്ഥപൂർണ്ണമായി മാറുന്നതാണ്. വലിയ വ്യത്യാസമുണ്ട്. ഷുഗർ ലെവൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഷുഗർ നിയന്ത്രിക്കാൻ ചികിത്സിച്ചാൽ എത്ര കൊല്ലം നിയന്ത്രിക്കാൻ ചികിത്സിച്ചാൽ നിയന്ത്രിക്കാനാവില്ല. ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഈ ഒരു സീലിൽ വാട്ടർ ലീക്കുന്നില്ല, വെള്ളം ലീക്കുന്നുണ്ട്. ആ നിയന്ത്രിക്കാൻ വേണ്ടി അതിനിടയിൽ വീണ്ടും നമ്മൾ സിമെൻറ്റ് തേച്ചു. ആ സിമെൻറ്റ് തേച്ച് താഴെ വരെ സിമെൻറ്റ് തേച്ചു. ഇപ്പോഴും വാട്ടറിലേക്ക് നിയന്ത്രണ വിധേയമാകുന്നില്ലെങ്കിൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? സിമെൻറ്റ് തേക്കുന്നത് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്ത പണി പാഴായി എന്നല്ലേ? ഇതേപോലെ നിങ്ങൾ പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുകയാണെങ്കിൽ എത്ര കാലം മരുന്ന് കഴിച്ചാലും അത് നിയന്ത്രണ വിധേയമാകുന്നില്ല. നിയന്ത്രിക്കുന്നത് വെറും പകൽ കിനാവ് പോലെ പോകുന്നു. ഇപ്പം നിയന്ത്രണം എന്നവിടെ സംഭവിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
ആ മരുന്ന് ഒഴിവാക്കിയാൽ 21ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് എന്തൊരു അസ്വസ്ഥത കണ്ടപ്പോഴായിരിക്കും പരിശോധിച്ചിട്ടുണ്ടാവുക. ആ അസ്വസ്ഥത മരുന്ന് ഒഴിവാക്കി ചികിത്സിച്ചാൽ സുഖപ്പെടും. സിമ്പിൾ. ഈ മൈക്കാണ് ഡയബറ്റിക്സുമായിട്ട് ബന്ധമുള്ളൊരു ചോദ്യമാണ്. സാധാരണ ഒരാൾ പേപ്പട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ ഒരു പ്രധാന പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരാളിന് ഒരു ബദൽ ചികിത്സാ രീതിയായിട്ട് അറിയുന്നത്. പേപ്പട്ടി കടിച്ചാൽ അല്ലേ? പേപ്പട്ടി കടിക്കാതെ നോക്കുന്നത് പരിഹാരം. മറ്റൊരു കരാട്ട കുംഫു പോലുള്ള ആയോധനകൾ പഠിക്കുക, പേപ്പട്ടി കടിക്കാതെ നോക്കുക. പേപ്പട്ടി കടിച്ചാൽ നിന്നത് ചെയ്യാം, അക്വൽ ചെയ്യാം. ശരി, ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇവിടെ പേപ്പട്ടി ക്ലാസ് അല്ല, ഇവിടെ പ്രമേഹത്തിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് യാത്രയുടെ 6 മണി കഴിഞ്ഞു, അടുത്ത് പോകാനുണ്ടാവും. എന്നോട് 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് കിട്ടാവുന്ന കാര്യം പറയാം. അതുകൊണ്ട് പേപ്പട്ടി ചോദ്യം തീർച്ചയായും പേപ്പട്ടി സെന്ററിൽ നിന്ന് സംഘടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ പ്രമേഹ സെമിനാർ ആയതുകൊണ്ട് നമ്മൾ പ്രമേഹത്തിന്റെ ഒരു ഭാഗം ചർച്ച ചെയ്ത് പോവാം. 2 ചോദ്യങ്ങൾക്കുള്ള അവസരം കൂടിയാണുള്ളത്. ചോദ്യം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യും. ഒരു 10 വർഷത്തിലേറെ പിന്നെ ഇതിൻ്റെ ഒരു സിംറ്റവും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഫുഡ് ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഈ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് സ്റ്റാഫുകളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ ടെസ്റ്റ് ചെയ്ത് ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഞാനാണ് എൻ്റെ മേഖലയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ കൊണ്ടുപോയി ചെയ്ത കൂട്ടത്തിൽ അവിടെ നിന്ന് തന്നെ ഒരു നിർദ്ദേശം, നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു. സിംറ്റമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ട് പിന്നെ ഷുഗറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ അന്തം വിട്ടു. അപ്പോൾ എനിക്ക് ഷുഗർ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗതമായിട്ട് കുടുംബത്തിൽ ഷുഗറില്ല. പിന്നെ അതുപോലെ വ്യായാമം ആവശ്യത്തിനുണ്ട്, ഇഷ്ടംപോലെ നടക്കുന്ന ഒരാളാണ്. പിന്നെ അതുപോയിട്ട് മറ്റുള്ള ഈ ക്രമീകരണങ്ങൾ ഭക്ഷണം ഈ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും അസ്വസ്ഥതയാണ്. അതിനുശേഷം നിർദ്ദേശിച്ചു പിന്നെ ചെറുതായിട്ട് മെഡിസിൻ തുടങ്ങണം. അപ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ ഈ മെഡിസിൻ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഡോക്ടറുടെ എടുത്ത് ചോദിച്ചു, എനിക്ക് സംശയമുണ്ട്, ഡോക്ടർ ദുരീകരിച്ചു. അപ്പോൾ അവസാനം ഡോക്ടർ പറഞ്ഞു, നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, കുടുംബത്തിൻ്റെ കാര്യം ചോദിച്ചില്ല എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ഇടയ്ക്ക് നിങ്ങൾ അലോപ്പതി ചികിത്സ തേടിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു ചികിത്സ തേടിയിട്ടുണ്ടോ? എന്തായാലും അത് കാലിൽ ചെറിയൊരു ഒന്ന് പൾച്ച് ചെയ്ത് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഷുഗർ ഇല്ല, അതിൻ്റെ ഒരു ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ചികിത്സ തേടി വെയിനിൽ ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം അത് മാറി, അസുഖം മാറി. ഇത് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ ഷുഗർ വരാനുള്ള ഒരു കാരണം, അത് തന്നെയാണ് ഡോക്ടർ. അപ്പോൾ മറ്റൊരു ഡോക്ടറോട് എനിക്ക് വല്ലാത്തൊരു വെറുപ്പ് നാട്ടിലുള്ള ഒരു ഡോക്ടറാണ്. എന്നിട്ടും പറഞ്ഞു, ശരി നിങ്ങൾ അത് പഠിക്കൊന്നും വേണ്ട, ഫസ്റ്റാണ്, തുടക്കമാണ് നിങ്ങൾ ചെറുതായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനത് ശൈലി അത് കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാം. അങ്ങനെ ഇതായി ലാസ്റ്റിൽ പോകുമ്പോൾ വല്ലപ്പോഴും കൂടെ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ വേറൊന്ന് താഴ്ന്നു. അവസാനം ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഇതായില്ല, ആയുർവേദത്തിൻ്റെ കോട്ടക്കൽ ആയുർവേദശാലയുടെ ക്ലൈസിക്കോട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാനുൽ അത് കലക്കി
ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ അസ്വസ്ഥതകൾ സ്വാഭാവികമായിട്ട് പ്രായം പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകൾ നേരിട്ട് പറഞ്ഞ വിഷയങ്ങളുണ്ട്. വേദനകളും ശക്തികളും അല്ലാതെയുള്ള ഇതൊന്നുമില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരു 7 വർഷം ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7 വർഷമായി ക്ലൈസിക്കോട്ട് എന്ന് പറഞ്ഞ ഗ്രാമീണ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇപ്പോഴേ സഹോദരന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നതും ഇത് ഉപദേശത്തിനുണ്ടാവണമെന്നതിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്ന രീതിയിലുണ്ട്. അത് ചികിത്സ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാം, അതേപോലെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വിശ്വാസത്തിലാണ് വന്നത്. അതുവേണ്ട നിർദ്ദേശങ്ങൾ നൽകണം എന്ന് മാത്രമാണ്. കുറേയൊക്കെ കിട്ടി, ക്ലാസ്സിൽ നിന്ന് കിട്ടി, ഒരുപാട് കാര്യങ്ങൾ കിട്ടിയെങ്കിലും ചികിത്സ എന്നുള്ളത് എന്താണ് ചികിത്സ എന്നുള്ളത് ഇതുമായിട്ട് വേറെ എന്തെങ്കിലും അല്ല സൂചി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ള ചികിത്സയ്ക്ക് രീതിയിലുള്ളത് ഈ നമ്മുടെ ജീവിതശൈലി അല്ലാതെ അതിനുപരി ഉണ്ടോ എന്നൂടെ അറിയുന്നു. അത് മാത്രമാണ് എൻ്റെ ചോദ്യത്തിൽ വളരെ വ്യക്തമായി 2 കാര്യം മനസ്സിലാവുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞ വിഷയത്തിൽ കൃത്യമായി പറഞ്ഞ കാര്യമാണ്, ഷുഗർ ലെവൽ കൂടാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലിലുണ്ടായ ഒരു കുഴപ്പത്തിന് നൽകിയ ചികിത്സ കൊണ്ടാണ് ഷുഗർ ലെവൽ കൂടിയത്. അപ്പോൾ പ്രമേഹത്തിന് കാരണമായി ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് പാൻക്രിയാസിലുള്ള ബീറ്റാസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ, ഇൻസുലിൻ ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. പക്ഷേ ഇദ്ദേഹം മറ്റെന്തോ ആവശ്യം ഷുഗർ കൂടി. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, ഇതേപോലെ ഒരു വേദിയിൽ ഒരു വ്യക്തി അവിടെ ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഷുഗർ പരിശോധിക്കാൻ പറഞ്ഞു. ഷുഗർ അതൊരു പ്രശ്നം കൂടുതലുണ്ട്. പരിശോധിച്ചപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ ഉപദേശിച്ചു, മരുന്ന് കഴിക്കാതെ നിന്ന് പരിഹാരമെന്ന് ചോദിച്ച് ഉപദേശിച്ചു, നിങ്ങൾ ദിവസം ഒരു 2 കിലോമീറ്റർ നടക്കാമെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിച്ച് പോകാം, മരുന്നൊന്നും വേണ്ട, നിയന്ത്രിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ രാവിലെ വൈകുന്നേരവും 7-14 കിലോമീറ്റർ നടക്കുന്നതാണ്. രാവിലെ വൈകുന്നേരവും 7-14 കിലോമീറ്റർ നടക്കുന്ന ആളാണ് ദിവസം. അയാളോടാണ് ഡോക്ടർ ചികിത്സൻ്റെ 2 കിലോമീറ്റർ നടക്കാൻ ആവശ്യപ്പെടുന്നത്. ഇയാൾ ദിവസം രാവിലെ വൈകുന്നേരം 7 കിലോമീറ്റർ നടക്കുന്ന ആളാണ്. അയാൾ മരിച്ചുപോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും ഈ രോഗത്തിൻ്റെ നിർണയങ്ങൾ ഷുഗർ കൂടിപ്പോയി എന്ന് പറഞ്ഞ് അത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അസ്വസ്ഥത അനുഭവിക്കാൻ ചികിത്സിക്കാം. ഇപ്പം 7 കൊല്ലം മുമ്പേ നിങ്ങൾ പരിശോധിച്ചപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം 7 കൊല്ലം കഴിഞ്ഞപ്പോൾ അസ്വസ്ഥത വന്നു തുടങ്ങി. ഈ അസ്വസ്ഥത രോഗത്തിൻ്റെതാണോ കഴിച്ച മരുന്നിൻ്റെതാണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥത രോഗമുണ്ടാക്കിയതാണോ രോഗത്തിന് കഴിച്ച മരുന്നുണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കണം. എൻ്റെ അടുത്ത് ശ്വാസം മുട്ടൽ മരുന്ന് കഴിച്ച രോഗി ആ മരുന്ന് സ്ഥിരമായ ഉപയോഗം പ്രമേയം വന്ന ആളെ എൻ്റെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. സന്ധിവേദന, ആമവാദം, രക്തവാദം എന്ന് പറഞ്ഞിട്ട് അത് സ്ഥിരമായി മരുന്ന് കഴിച്ച രോഗി ആ മരുന്നിൻ്റെ പാർശ്വഫലം എന്നോണം പ്രമേഹം ഉണ്ടായതാണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞ പ്രമേഹ രോഗിയുടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. ഹൃദയരോഗത്തിനും ശ്വാസം മുട്ടലിനും മറ്റു പല ചർമ്മരോഗങ്ങൾക്കും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആൾക്ക് ആ മരുന്നിൻ്റെ പാർശ്വഫലം എന്നോണം പ്രമേഹം വരുന്നുണ്ട്. മൈഗ്രെയിൻ തലവേദനയ്ക്ക് സ്ഥിരമായി മരുന്ന് കഴിച്ചിട്ട് ആ മൈഗ്രെയിൻ തലവേദനയ്ക്ക് കഴിച്ച മരുന്നിൻ്റെ പാർശ്വഫലം കൊണ്ട് പ്രമേഹം വരുന്നുണ്ട്. ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ കാലിലുണ്ടായ പ്രശ്നങ്ങൾ ചികിത്സിച്ചിട്ട് അതിൻ്റെ ഭാഗമായി പ്രമേഹം എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുന്ന ശീലം മാത്രമാണ് ശരിയായ പരിഹാരം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഈ പറഞ്ഞ കോർജി പാലിച്ചാൽ മാത്രം മതിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ചികിത്സയുണ്ടോ? തീർച്ചയായും ചികിത്സയുണ്ട്. ആരാണോ നിങ്ങളെ ചികിത്സ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തോട് ചോദിക്കുക. ഇതിന് പരിചയമുള്ള ചികിത്സകരുണ്ടാകും. അതിന് പരിചയമുള്ള ആരും ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസിലുണ്ടാവും, അതിന് ഒരുപാട് നമ്പറുണ്ടാവും. അതിൽ വിളിച്ചു നോക്കിയാൽ ചികിത്സകർ ഈ ഭാഗത്തുണ്ട്. ഇവിടെ ജാബിർ, അതേപോലെ തന്നെ ധാരാളം ചികിത്സ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല ചികിത്സകർ നിങ്ങൾ കണ്ടെത്തി അവരുടെ ചികിത്സ സ്വീകരിച്ച് എല്ലാ രോഗത്തിനും, പ്രമേഹത്തിന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹം എന്ന രോഗം അത് മാത്രമായല്ല പലതും വരുന്നത്. മറ്റ് പല രോഗങ്ങൾക്കും മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ആ മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് പ്രമേഹം ഉണ്ടാകുന്നു. ഇതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്ന്, ആ മരുന്ന് കഴിച്ചാൽ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പ്രമേഹ രോഗി ഒരുപാട് അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും പല പ്രമേഹ രോഗികളും പ്രമേഹം കണ്ടെത്തിയതിനു ശേഷം പ്രമേഹം കണ്ടെത്തിയ സമയത്ത് ഇല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ് ചെയ്തത്. പ്രമേഹം കണ്ടെത്തിയതിനു ശേഷം പ്രമേഹം കണ്ടെത്തിയ സമയത്ത് ഇല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയാണ് ചെയ്തത്.
അത് പലപ്പോഴും കഴിക്കുന്ന മരുന്നിന് പാർശ്വഫലമാണെന്ന് പലരും ചിന്തിക്കാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പല പ്രമേയ രോഗികൾക്കും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥത, അതിൻ്റെ പാർശ്വഫലം, അത് പ്രമേഹത്തിൻ്റെ പാർശ്വഫലമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ കഴിക്കുന്ന മരുന്നൊക്കെ അത് ഏത് രോഗത്തിൻ്റെ മരുന്നാണെങ്കിലും ശരി, ആ മരുന്ന് ഒഴിവാക്കി ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്താം. നാഡി പരിശോധനയിലൂടെ രോഗിയുടെ രോഗത്തിനെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് കൃത്യമായി രോഗം സുഖപ്പെടുത്താനുള്ള അറിവ് നേടിയ ഒട്ടേറെ അക്യുഷ്യൽ പഠിച്ച അക്യുപഞ്ചറിസ്റ്റുകൾ ഈ നാട്ടിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഉപയോഗപ്പെടുത്തി മരുന്നില്ലാതെ, ഒരു മരുന്നില്ലാതെ അക്യുപഞ്ചർ ചികിത്സ പോലും ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു ചികിത്സയും ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യത്തോടെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് സന്തോഷം ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മരുന്ന് ഒഴിവാക്കുമ്പോൾ അവർക്ക് ക്ഷീണം തടസ്സമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് മരുന്ന് ഒഴിവാക്കണം, ഘട്ടഘട്ടമായിട്ട് ഒഴിവാക്കിയാൽ മതിയോ? ലാസ്റ്റ് ചോദ്യം ഞാൻ ചില അവസാനിപ്പിച്ചാണ് വീണ്ടും ചോദ്യം. ഇനി ചോദിക്കില്ല പ്ലീസ്. ഇപ്പൊ ചോദ്യം എന്താണെന്നറിയാം, മയക്കുമരുന്ന് ഒഴിവാക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും, അപ്പോൾ ഇത് മയക്കുമരുന്ന് വീണ്ടും തുടരുന്നതല്ല ചോദിക്കുന്നത്. കൃത്യമായി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ അലോപ്പതി മരുന്നുകളും അത് ഡ്രഗ്സാണ്. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകൾ. പഴയ കാലത്ത് നോക്കിയാൽ ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് എന്നറിയാം, മയക്കുമരുന്നുകളും രാസമരുന്നുകളും. അപ്പം ഡ്രഗ്സ് അത് കഞ്ചാവ് നമുക്കറിയുന്നൊരു മയക്കുമരുന്ന്, കേട്ടുപരിചയ മയക്കുമരുന്ന്, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ കേട്ടുപരിചയ മയക്കുമരുന്ന്, ടെക്കഡിൻ സിനിമയിലൊക്കെ കണ്ടുപരിചയ മയക്കുമരുന്ന്, ഇങ്ങനെ ഒരുപാട് മയക്കുമരുന്നുകളുണ്ട്. ഈ എല്ലാ മയക്കുമരുന്നും ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ ചില പ്രയാസങ്ങൾ തീർച്ചയായും അലോപ്പതി മരുന്ന് ഒഴിവാക്കുമ്പോൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരാൾ മയക്കുമരുന്നിന് അടിമയായി ആ മയക്കുമരുന്ന് ഒഴിവാക്കുമ്പോൾ പ്രയാസം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അയാളോട് എന്നാൽ ശരി മരണം വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം ചെറിയ കുട്ടികൾ പോലും ഒരുപാട് മയക്കുമരുന്നുകൾ ശീലമായി മാറുമെന്ന് പറയപ്പെടുന്നു. ഈ എല്ലാ മയക്കുമരുന്നുകളും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കലാണ് അഭികാമ്യം. അല്ലാതെ മയക്കുമരുന്ന് ഒഴിവാക്കുമ്പോൾ കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ് അത് ആരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസമരുന്നുകളോ അല്ലെങ്കിൽ പ്രമേയ മരുന്നുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നുകളാണെങ്കിലും ആ മരുന്ന് ഒഴിവാക്കുമ്പോൾ പ്രയാസം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ മരുന്ന് സ്ഥിരം കഴിക്കാൻ അനുവദിക്കുന്നത് വലിയ അബദ്ധമായിരിക്കും. കാരണം ആ മരുന്ന് ഉപയോഗിച്ച് ഇപ്പം മരുന്ന് ഒഴിവാക്കുമ്പോഴുള്ള ചെറിയ പ്രയാസം എന്ന് ഭയന്ന് ആ മരുന്ന് കഴിച്ചാലുണ്ടാകുന്ന വലിയ പ്രയാസം, ക്യാൻസർ, കിഡ്നി ഫെയിലുകളുള്ള വലിയ പ്രയാസം, ഇത് ആരനുഭവിക്കും? അത് അയാളെ അനുഭവിക്കണം. പണം നിങ്ങൾക്ക് കൊടുക്കാം, പണം നമുക്ക് സമാഹരിക്കാം, പക്ഷേ ആ പ്രയാസം ആരനുഭവിക്കുക? ഇപ്പം നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് ഒഴിവാക്കുമ്പോൾ പ്രയാസം ഉണ്ടാകുമെന്ന് പറയുന്നു. ശരി, പ്രയാസം ഉണ്ടാകും. പക്ഷേ ഈ പ്രയാസം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മരുന്ന് ഒഴിവാക്കാതെ അങ്ങനെ മരുന്ന് കഴിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഒട്ടേറെ പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾ കിഡ്നി ഫെയിലും ക്യാൻസർ വരെയൊക്കെ എത്തുമ്പോൾ ആ പ്രയാസം അനുഭവിക്കുക, അയാൾ തന്നെ അനുഭവിക്കട്ടെ. ഇപ്പം അയാളെ മുമ്പുള്ള പരിഹാരം മരുന്ന് ഒഴിവാക്കി ചികിത്സകൾ മാത്രമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അക്യുപഞ്ചർ ചികിത്സയ്ക്ക് എസ്പെഷ്യലി അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങളിൽ സ്വീകാര്യത ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം ആ നാടുകളിൽ വലിയ തോതിൽ മയക്കുമരുന്ന് അടിമകളായ യുവാക്കളുണ്ടായിരുന്നു. ഒരുപാട് തരം മയക്കുമരുന്നിന് ഇരയായ യുവാക്കളുണ്ടായിരുന്നു. ഈ യുവാക്കൾക്ക് ലോകത്ത് ലഭ്യമായ എല്ലാ ചികിത്സകളും ഉപയോഗപ്പെടുത്തുകയും പരിശോധിക്കുകയും ഏത് ചികിത്സ കൊണ്ട് ഈ മയക്കുമരുന്നിനെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമെന്ന പരീക്ഷണങ്ങളിൽ എല്ലാ ചികിത്സയും ഉപയോഗപ്പെടുത്തിയ കൂടുതൽ അക്യുപഞ്ചർ ഉപയോഗപ്പെടുത്തി. നാർക്കോട്ടിക് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ആ ഒരു പഠനത്തിന് വേണ്ടി തന്നെ രൂപീകരിക്കുകയും ചെയ്തു. ഈ പഠനം മനസ്സിലാക്കാൻ ചോദിച്ചാൽ ലോകത്തുള്ള എല്ലാതരം ചികിത്സ ഉപയോഗപ്പെടുത്തിയിട്ടും അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത മയക്കുമരുന്ന് ഒഴിവാക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് അക്യുപഞ്ചർ ശരിയായ പരിഹാര മാർഗമാണ്. നിങ്ങൾക്ക് ഇട്ടടിച്ച് നോക്കാം. NADA നാട, 2 നാടയുണ്ട്. ഒരു നാടാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഈ സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഇനി മേലിൽ മത്സരങ്ങൾ പങ്കെടുക്കാൻ പറ്റാത്ത ഡീക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഒരു നാടയുണ്ട്. അത് വേറെ. നാർക്കോട്ടിക് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ അസോസിയേഷനാണ്. അത് അമേരിക്കയിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. അവർ ഇതിനെപ്പറ്റി പഠിച്ച് വളരെ കൃത്യമായി പറയുന്നത്
ഏതെങ്കിലും അർത്ഥത്തിൽ മയക്കുമരുന്ന് ഇരയായ ഒരു വ്യക്തി, അത് അലോപ്പതി മരുന്നായാലും ശരി, അത് ഒഴിവാക്കിയ ഒരാൾക്ക് രക്ഷപ്പെട്ട് മരുന്നില്ലാതെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മരുന്ന് ഒഴിവാക്കുമ്പോഴുണ്ടാകുന്ന പ്രാഥമികമായ വിഡ്രോവൽ സിംറ്റം, അതെ വിഡ്രോവൽ സിംറ്റം എന്നറിയപ്പെടുന്ന ആ ഒരു പ്രയാസം, അതിനെ കൃത്യമായി മറികടിക്കാൻ പരിഹാരം കാണാൻ അക്യുപങ്ക്ചർ വളരെ എഫക്റ്റീവായ ചികിത്സയാണ്. താരതമ്യ പഠനത്തിൽ മറ്റെല്ലാ ചികിത്സ ഉപയോഗപ്പെടുത്തിയിട്ടും പരിപൂർണമായി മോചനം, ലഹരിയിൽ നിന്ന് മോചനം സിദ്ധിക്കാത്ത സാഹചര്യത്തിൽ അക്യുപങ്ക്ചറിലൂടെ പരിപൂർണമായ മോചനം ലഭിച്ചു എന്ന് വ്യക്തമായ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലും നിങ്ങൾക്ക് മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കലായിരിക്കും അഭികാമ്യം. ഏതായാലും ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടമുള്ള കാര്യം പറയാം. ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണർ അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ ഇന്നിവിടെ ബഹുമാന്യരായ അൻസറൻ MLA വന്നതുപോലെ അവിടെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA വന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു MLA ആയതുകൊണ്ട് ധാരാളം കിഡ്നി ഫെയിലായ ആളുകൾ നിരന്തരമായി അദ്ദേഹത്തിനടുത്ത് കാണാൻ വരികയാണ്. സാറ് എവിടെയെങ്കിലും ഒരു ഡയാലിസിസ് സെൻ്റർ തരപ്പെടുത്തി തരണം, ഉപ്പാൻ്റെ കിഡ്നി ഫെയിലായിട്ടുണ്ട്. ധാരാളം കിഡ്നി ഫെയിലേഴ്സ് രോഗികൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ ഡയാലിസിസ് സെൻ്ററിൽ പോയാൽ അവിടെ നിങ്ങളുടെ വിവരം എന്താണെന്നറിയോ? പഴമക്കാർ പറഞ്ഞ പോലെ മരിച്ച് കട്ടിലൊഴിഞ്ഞെങ്കിലേ അടുത്ത ആൾ കിടക്കാൻ സ്ഥലമുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഡയാലിസിസ് സെൻ്ററിൽ ആരെങ്കിലും കിഡ്നി ഫെയിലായിട്ട് മരിച്ചാലേ അവിടെ സ്പേസ് ഉള്ളൂ. ഇങ്ങനെ സ്പേസ് കൊടുക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾ കിഡ്നി ഫെയിലാവാൻ സാധ്യതയുള്ള മരുന്ന് ഒഴിവാക്കി രോഗം സുഖപ്പെടുന്ന ചികിത്സയിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഇത് ഈ കാലത്ത് കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന വലിയ നന്മയായിരിക്കുമെന്ന് MLA പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കിഡ്നി ഫെയിലാവാൻ സാധ്യതയുള്ള മരുന്ന് ഒഴിവാക്കി ജനങ്ങളെ പൂർണ്ണാർത്ഥത്തിലുള്ള ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് ഓരോ അക്യുപങ്ക്ചർ ചികിത്സകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ മരുന്ന് ഒഴിവാക്കുമ്പോൾ താൽക്കാലികമായ പ്രയാസം ഉണ്ടാകുന്നത് രക്ഷപ്പെടാൻ വേണ്ടി മരുന്ന് കഴിക്കുക എന്ന പരിഹാരത്തിന് പകരം മരുന്ന് ഒഴിവാക്കിയാൽ പ്രയാസം ഉണ്ടാകും, പക്ഷെ അതിന് വല്ല പ്രയാസം മരുന്ന് കഴിച്ചാൽ ഭാവിയിലുണ്ടാകും. അത് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത വലിയ പ്രയാസമാണ്. അത്രയും വലിയ പ്രയാസം അതും അയാൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ താരതമ്യേന ഏതാ മികച്ച പ്രയാസം അല്ലെങ്കിൽ കൂടുതൽ സേഫ്റ്റി ഏതാ നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ നോക്കുമ്പോൾ മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കലാണ്. വീണ്ടും മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുന്നതിലുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റത്തിന് ശരിയായ പരിഹാരം അക്യുപങ്ക്ചർ ചികിത്സയിലുണ്ടെന്ന പഠനങ്ങളെ നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കി മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ മലയാളികളെ പര്യാപ്തമാക്കുക എന്ന് തന്നെയാണ് അക്യുപങ്ക്ചർ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണർ അസോസിയേഷൻ വിഭാവന ചെയ്യുന്ന ചികിത്സ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത്. താങ്ക് യു. ആരാണ് ബോർഡർ വെച്ചത് എന്ന് പോലും വെളിപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല. വ്യത്യസ്തമായ മനുഷ്യന്മാർക്ക് ഒരേ ഒരു ബോർഡർ ഇത്ര മുതൽ ഇത്ര വരെ, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ മാരക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സയ്ക്കായി രാസവിഷം കഴിക്കാനും കുത്താനും തന്നുകൊണ്ട് ക്രമേണ ഏകദേശം അതിന്റെ ഉപദേശ സെക്ഷനുമാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞത്. നിങ്ങളത് കാണുക, നിങ്ങളുടെ കമന്റ്സുകൾ അറിയിക്കാം. ഏത് ചികിത്സാ രീതിയും സർക്കാർ അംഗീകരിച്ചതുകൊണ്ട് അക്യുപങ്ക്ചർ ഇപ്പോൾ പ്രചാരം നേടിയിരിക്കുകയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സുകൾ രേഖപ്പെടുത്താം. പിന്നീട് നമുക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. എന്നാൽ ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സുകൾ രേഖപ്പെടുത്താം. പല ചികിത്സാ രീതികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ആ രാജ്യത്ത് പല അംഗീകാരങ്ങളുള്ള ചികിത്സാ രീതികളോടൊപ്പമാണ് ഇപ്പോൾ അക്യുപങ്ക്ചർ 5000 വർഷത്തോളം പഴക്കമുള്ള അക്യുപങ്ക്ചർ ഇപ്പോൾ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കതിനും ആശിക്കാം. ഒരു രോഗമുക്തമായൊരു രാജ്യം നമ്മളെ മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലും പുതിയ ന്യൂസുമായി തൽക്കാലം വിടാം. ബൈ.